മുമ്പ് പറഞ്ഞ പോലെ ഇനിയുള്ള ഹാഫ് വേ കയറ്റമാണ്. ധർമ്മേന്ദ്ര കയറ്റം കണ്ടപ്പോൾ ധർമ്മേന്ദ്ര ചാർജ് ആയി. ധർമ്മേന്ദ്ര ഒരു സ്റ്റാമിന മെഷീനാണ്. ധർമ്മേന്ദ്ര കയറി പോയി. കൂടെ എല്ലാവരും കയറി പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാവരും. കുറച്ച് കഴിയുമ്പോൾ അമിതാഭ് ബച്ചൻ്റെ ബാഗിന് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് അമിതാഭ് ബച്ചന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനും അമിതാഭ് ബച്ചനും ഒരുമിച്ചും ബാക്കിയുള്ളവർ വേഗത്തിലും പോകാൻ തുടങ്ങി. ഇതൊന്നും കൂടാതെ അമിതാഭ് ബച്ചൻ ഞങ്ങളോടും കൂടെ വന്ന, അതായത് കൂടെ ട്രക്ക് ചെയ്യുന്ന പരിചയമില്ലാത്തവരോടൊക്കെ, അവൻ കഴിഞ്ഞ ആഴ്ച ഹംപിക്ക് പോയിരുന്നു, അവിടെ 10,000 സ്റ്റെപ്പ് കയറിയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകും തോറും അമിതാഭ് ബച്ചൻ ഒരുപാട് ടയർഡായി തുടങ്ങി. അമിതാഭ് ബച്ചന് റെസ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അത് അപ്പോഴേക്കും ധർമ്മേന്ദ്ര കയറി അവർ ഒരുപാട് ഞങ്ങളെ പാസ് ചെയ്ത് പോയി. ഇത്ര ആയപ്പോഴേക്കും എനിക്കും ചെറിയ മടുപ്പ് തോന്നി. അപ്പോൾ ഞാൻ അമിതാഭ് ബച്ചനോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ സൺസെറ്റ് മിസ് ചെയ്യും, ഞാൻ കുറച്ച് സ്പീഡിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ടയർഡായിട്ട് അമിതാഭ് ബച്ചൻ എന്നോട് പറഞ്ഞു, എങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഈ ബാഗ് നീ കൊണ്ടുവെക്കോ, ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം എന്ന് പറഞ്ഞു. നല്ലവനായ ഞാൻ തളർന്ന വശനായ അമിതാഭ് ബച്ചനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു കണക്കിന് മുകളിലെത്തി. അമിതാഭ് ബച്ചൻ എത്തിയിട്ടില്ല. ആദ്യമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അമിതാഭ് ബച്ച എന്ന് വിളിക്കും. അമിതാഭ് ബച്ച എന്നല്ല, അവൻ്റെ പേര് വിളിക്കും. അപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വരാതെ, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി വരുന്ന ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ കണ്ടിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ അവൻ, അവനോട് ഇപ്പം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ്റെ വായത് കാറ്റ് മാത്രമേ വരുള്ളൂ, സൗണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത്രയ്ക്ക് ടയേർഡായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെല്ലാവരും ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു കണക്കിന് അമിതാഭ് ബച്ചൻ മേളിലെത്തി. മേളിൽ ആകെ 2 അക്കോമഡേഷൻ ഓപ്ഷൻസേ ഉള്ളൂ. കിട്ടാവുന്ന ഒന്നില്ല. ഞങ്ങൾ കയറി. പിന്നെ അവിടെ ചായക്കടകളോ അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാൻ പോലുള്ള സൗകര്യമില്ല. ഞങ്ങളുടെ ഫുഡും എല്ലാം കഴിഞ്ഞ് ഞങ്ങളാകെ എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും റൂമിൽ സെറ്റിലായി. നമ്മൾ ഇനി സൺസെറ്റ് പോയിന്റിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിൽ എല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി വന്നു. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ടയേർഡാണ്, വിശന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ കഥയിലെ ഹീറോ ധർമ്മേന്ദ്ര അല്ലെങ്കിൽ ഞങ്ങളൊക്കെയാണ്. പക്ഷെ യഥാർത്ഥ ഹീറോ അമിതാഭ് ബച്ചനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമിതാഭ് ബച്ചൻ്റെ ബാഗിൽ നിന്നൊരു സാധനം പുറത്തെടുത്ത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ഉടുപ്പി സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ സമൂസ കഴിച്ചെന്ന്, വൺ ഓഫ് ദ ബെസ്റ്റ് സമൂസ. ഞങ്ങളെല്ലാവരും ഈ 2 സമൂസ വെച്ച് കഴിച്ചു. അമിതാഭ് ബച്ചൻ മാത്രം ഒരെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം അവൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു. ആ സമൂസയാണത്.